കോൺഗ്രസും തന്നെത്താൻ ജയിക്കേണ്ട ജില്ല ഒരു MLA പോലും ഇല്ലാത്ത ജില്ലയായിട്ട് മാറി എന്നുള്ളതായിരുന്നു ഈ തമ്മലടിയുള്ള പരിണത ഫലം. വീണ ജോർജ് ഒരു പരീക്ഷണ സ്ഥാനാർത്ഥി അല്ലായിരുന്നു. വീണ ജോർജിന് ചില സഭകളുടെ വ്യക്തമായ പിന്തുണ ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വീണ ജോർജിന് സാധിച്ചത്. പത്തനംതിട്ട ജില്ല മൊത്തം തന്നെ മുഴുവൻ തന്നെ ചിലപ്പോൾ കോൺഗ്രസിന് അനുകൂലമാവും. കാരണം കോൺഗ്രസിന്റെ മനസ്സുള്ള നിയോജകമണ്ഡലമാണ്. ഇന്നത്തെ വീണ ജോർജ് പിണറായി വിജയന്റെ പ്രതിപുരുഷയായിട്ടാണ് കാണുന്നത്. പിണറായി വിജയനുള്ള ദേഷ്യം മുഴുവൻ എങ്ങോട്ട് മാറും? വീണ ജോർജിലേക്കും ട്രാൻസ്ഫോം ചെയ്യും. വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ 2 മണ്ഡലങ്ങളാണ്, ആറന്മുളയും തിരുവള്ളയും. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് പറയാമോ? പത്തനംതിട്ട ജില്ലയ്ക്ക് തന്നെ ചില രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അവിടുന്ന് പേര് കേട്ട ആറന്മുള കണ്ണാടിയാണ് ഏറ്റവും ലോകപ്രശസ്തമായതാണ്. നമുക്ക് ആറന്മുള കണ്ണാടിയെ കൂടെ തന്നെ പത്തനംതിട്ടയുടെ രാഷ്ട്രീയത്തെ നമുക്ക് നോക്കിക്കാണാൻ പറ്റും. പത്തനംതിട്ട ജില്ല ഉണ്ടാകുന്നത് പോലും സ്വാർത്ഥതയില്ലാതെ എങ്ങനെ ഒരു ജനപ്രതിനിധിക്ക് പ്രവർത്തിക്കാമെന്ന് കാണിച്ചു തന്നതിൻ്റെ ഭാഗമാണ് പത്തനംതിട്ട ജില്ല ഉണ്ടാകുന്നത്. ആദ്യം ഇവിടെ MLA ആയിരുന്ന KK നായർ MLA, അദ്ദേഹം ആദ്യം CPM-ലായിരുന്നു. പിന്നീട് കരുണാകരനെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ മുന്നണിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കരുണാകരൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്താണ് താങ്കൾക്ക് ആവശ്യം? അതായത് അന്ന് KK നായർ ആവശ്യപ്പെടുന്ന എന്ത് കാര്യം ചെയ്തു കൊടുക്കാൻ കരുണാകരൻ തയ്യാറായിരുന്നു. മന്ത്രിസ്ഥാനമോ വേറെ കോർപ്പറേഷൻ ചെയർമാനോ എന്ത് കഴിയും. ഇങ്ങനെ ഒറ്റ കാര്യം ഡിമാൻഡ് ഉള്ളൂ, എനിക്ക് ഒരു ജില്ല വേണം പത്തനംതിട്ടയിൽ. അങ്ങനെ ഉണ്ടായതാണ് പത്തനംതിട്ടയിൽ. പിന്നീട് വന്നവർ എങ്ങനെ പോയി എന്നുള്ളത് കണ്ടറിയാം. ആറന്മുള തിരഞ്ഞെടുക്കുന്നതിന് കാരണം കേരളത്തിലെ പല നിയമങ്ങളും ഇല്ലാത്തൊരു പ്രത്യേകത, അവിടെ ജയിച്ചിരിക്കുന്നത് മുഴുവൻ 2016 വരെ ജയിച്ചിരിക്കുന്നത് മുഴുവൻ ഹിന്ദു സ്ഥാനാർത്ഥികളാണ്. ഏത് പാർട്ടിയുടെ ആണെങ്കിലും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണ് ജയിച്ചിരിക്കുന്നത്. വീണ ജോർജ് വന്നപ്പോഴാണ് അതിനൊരു മാറ്റം വരുന്നത്. 2016 2021 അതുവരെ ഹിന്ദുക്കൾ മാത്രം ജയിച്ചിരുന്നതാണ്. അപ്പോൾ ഇത് ജയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ക്രൈസ്തവ സഭകളും NSS നായർ സർവീസ് സൊസൈറ്റിയായിട്ട് ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ഒരു ഇതാണ്. മാത്രമല്ല ചെങ്ങന്നൂർ ആറന്മുളയും ബേസ് ചെയ്ത് സ്ത്രീകൾ സജീവമായി രാഷ്ട്രീയത്തിൽ വന്ന നേതൃത്വത്തിലേക്ക് വന്നാണ്. KR സരസ്വതി അമ്മ 1965 തന്നെ അവിടെ MLA കേരള കോൺഗ്രസ് ടിക്കറ്റിൽ. പിന്നീട് ഇവരായി മാലയത്ത് സറാദേവിയായി. ഇവരൊക്കെ പത്തനംതിട്ട ജില്ലയിലെ നിയോജകമണ്ഡലങ്ങളിൽ ജയിച്ചു വന്ന സ്ത്രീകളാണ്. അപ്പോൾ പലതരത്തിലും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ ആറന്മുള നിയോജകമണ്ഡലം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആറന്മുള ഒരു സാത്വിക നിയോജകമണ്ഡലം എന്ന് പറയാം. ആറന്മുള വിമാനത്താവളത്തിന് വേണ്ടിയുള്ള സമരം നമ്മൾ കണ്ടതാണ്. ശബരിമലയായിട്ട് ബന്ധപ്പെട്ട സമരമായിരുന്നത്. ആ സമരം BJPക്ക് വളർച്ചയുണ്ടാക്കി കൊടുത്തെങ്കിലും BJP അടുത്ത കേന്ദ്ര ബജറ്റിൽ ആറന്മുള വിമാനത്താവളത്തിന് പെർമിഷൻ കൊടുത്തു. വീണ്ടും ഒരു സമരം കൂടെ മാറ്റേണ്ടി വന്നു. അപ്പോൾ രാഷ്ട്രീയക്കാരുടെ തട്ടിപ്പിൻ്റെയും കൂടെ വിളനിലമാണ് ഇത്. അപ്പോൾ അവിടുന്ന് ആറന്മുള നിയോജകമണ്ഡലത്തെ നമ്മൾ എങ്ങനെ ഇന്നത്തെ കാലാവസ്ഥയിൽ പറയും? ഇപ്പോൾ വീണ ജോർജ് ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ ഒന്ന് ചോദിക്കുന്നത്, കുറെ കാലങ്ങളായിട്ട് അവിടെ കോൺഗ്രസ് മുൻതൂക്കം ഉണ്ടായിരുന്നത്. വീണ ജോർജ് വരുന്നതിന് മുന്നേ വരെ കോൺഗ്രസിന് മാത്രമല്ല ഹൈന്ദവർക്ക് രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ കോൺഗ്രസിന് മുൻതൂക്കം. അപ്പം വീണ ജോർജിന് പക്ഷേ ഇപ്പോൾ ഈ ആരോഗ്യമന്ത്രി ആയതിനു ശേഷം വീണ ജോർജ് പരാജയമാണെന്ന് പ്രതിപക്ഷം ഇങ്ങനെ ആരോപിക്കുമ്പോൾ ഇനിയൊരു ഇതില് CPM-നോ അല്ലെങ്കിൽ വീണ ജോർജിനോ ഒരു ചാൻസ് അവിടെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമോ? വീണ ജോർജ് ഒരു പരീക്ഷണ സ്ഥാനാർത്ഥി അല്ലായിരുന്നു. വീണ ജോർജിന് ചില സഭകളുടെ വ്യക്തമായ പിന്തുണ ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വീണ ജോർജിന് സാധിച്ചത്. മറിച്ച് ഇപ്പോഴത്തെ വീണ ജോർജ്, ഇന്നത്തെ വീണ ജോർജ് പിണറായി വിജയന്റെ പ്രതിപുരുഷയായിട്ടാണ് കാണുന്നത്. പിണറായി വിജയനുള്ള ദേഷ്യം മുഴുവൻ എങ്ങോട്ട് മാറും? വീണ ജോർജിലേക്കും ട്രാൻസ്ഫോം ചെയ്യും. അത്തരം മാറ്റങ്ങൾക്ക് വീണ ജോർജ് പ്രതീക്ഷിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, അവിടെ മത്സരിക്കാൻ പോകുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി പണ്ട് കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ കൊണ്ട് ഏറ്റവും കൂടുതൽ തകർന്ന ജില്ലയാണ് പത്തനംതിട്ട. ധാരാളം രീതി എല്ലാ തരത്തിലും ശിവദാസ് നായർ A ഗ്രൂപ്പ്, I ഗ്രൂപ്പ്, സരളാദേവിയൊക്കെ I ഗ്രൂപ്പ്, ഇങ്ങനെ തമ്മിലടിച്ച് തകർന്ന് ഇല്ലാതായ പത്തനംതിട്ട ഒറ്റ MLA പോലും ഇല്ല. അത് ആലോചിച്ച് നോക്കണം. കോൺഗ്രസും തന്നെത്താൻ ജയിക്കേണ്ട ജില്ല ഒരു MLA പോലും ഇല്ലാത്ത ജില്ലയായിട്ട് മാറി എന്നുള്ളതായിരുന്നു ഈ തമ്മലടിയുള്ള പരിണത ഫലം. ഇന്ന് ഒരു പുതിയ തലമുറ കോൺഗ്രസ്സുകാർ വന്ന് അതിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ള പരീക്ഷണമാണ്. ചിലപ്പോൾ പരീക്ഷണം വിജയിച്ചേക്കാം. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനിയിപ്പോ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്താം, അല്ലെങ്കിൽ ആർക്കൊക്കെ സാധ്യതയുണ്ടെന്ന്? അല്ല, സ്ഥാനാർത്ഥികളെ കുറിച്ച് യാതൊരു ചർച്ചയായിട്ടില്ല. 90% നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, വീണ ജോർജിനെ കൊണ്ടൊരു പരീക്ഷണത്തിലൂടെ CPM തയ്യാറാകില്ല. പുതിയൊരാളെ ചിലപ്പോൾ കൊണ്ടുവന്നെന്ന് വരും. വീണ ജോർജിനെ മാറ്റിക്കഴിഞ്ഞാൽ പ്രത്യാഘാതം ഭയങ്കര. വീണ ജോർജിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സഭയുണ്ട് അവിടെ. ആ സഭ ഇഷ്ടപ്പെടണമെന്നില്ല. മാത്രമല്ല
ആരോഗ്യരംഗത്ത് വന്നിരിക്കുന്ന എല്ലാ തെറ്റുകളും അവരുടെ പടലേക്ക് വെച്ചിരിക്കുക. അതെ. ഇവിടെ നമ്മൾ ഇന്നലെ പത്രത്തിൽ കണ്ടു, ആരോഗ്യവകുപ്പിന് അലോട്ട് ചെയ്ത പൈസ മുഴുവൻ കിട്ടുന്നില്ല, യഥാർത്ഥത്തിൽ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നില്ല, അലോട്ട്മെന്റ് പത്രത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പാവഭാരം ഏൽക്കേണ്ടി വന്നാരാ? വീണ ജോർജ്. അപ്പോൾ ഗവൺമെന്റിന്റെ പാവഭാരങ്ങൾ മുഴുവൻ ചുമക്കുകയാണ്. പിന്നെ വീണ ജോർജിനോട് വേറൊരു അതൃപ്തി എന്ന് പറയുന്നത്, എല്ലാവരും പാടിപ്പോഴ്ത്തിയാണ് ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പിലെ വലിയ ഫ്ലോറൻസ് നൈറ്റിംഗിനേക്കാൾ വലിയ പുള്ളിയായിരുന്ന പറയുന്നത്. പക്ഷേ ശൈലജ ടീച്ചറിന്റെ മറ്റ് ഒത്തിരി കാര്യങ്ങൾ, ഈ ഡീലുകൾ, കോവിഡ് ഡീല് ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ കറപ്ഷൻ മാത്രം ധാരാളമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ശൈലജ ടീച്ചറെ മാറ്റി വീണ ജോർജ് വന്നപ്പോൾ അതൃപ്തി വന്നു. അത് കണ്ണൂർ ലോബിയും ഈ തിരുവിതാംകൂറിലെ ലോബിയും തമ്മിലുള്ള പ്രശ്നമാണ്. കണ്ണൂർ ലോബിയാണ് ആരെ കൊണ്ടുവന്നത്? ശൈലജയെ കൊണ്ടുവന്നത്. അതിനു മുമ്പ് ശ്രീമതി ടീച്ചർ. പക്ഷെ അതിലും ശൈലജ ടീച്ചറിന്റെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ മണ്ഡലം മാറിപ്പോകുന്നുണ്ട്. എന്നാലും ശൈലജ ടീച്ചറിനെ പറയുന്നത് പിണറായി വിജയന് പകരം ഒരാളെ പ്രതിഷ്ഠിക്കുമ്പോ ആ ഒരു പിന്നെ ഇഷ്ടക്കേട് പിണറായി തന്നെ ഒതുക്കിയതാണെന്നുള്ള ഒരു ടോക്ക് കുറെ. നാളെ പബ്ലിക് ഇമേജിൽ ഏത് രാഷ്ട്രീയക്കാരനും പബ്ലിക് ഇമേജ് നോക്കും. പാർട്ടിയിലെ ഇമേജ് മാത്രമേ പബ്ലിക് ഇമേജിൽ പിണറായി വിജയനേക്കാൾ മുന്നിലാണ് ശൈലജ എന്നുള്ള തോന്നൽ പിണറായിക്കുണ്ടായി. അതാരും ഇഷ്ടപ്പെടുകയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയത്തിൽ മാത്രമല്ല എല്ലാ രംഗത്തും ഒന്നാമത് CPM-ലെ ഒന്നാമത്തെ ആള് പിണറായി വിജയനാണ്. രണ്ടാമത് ഒരാളില്ലിപ്പോൾ. രണ്ടാമത് ഒരാൾ ഉണ്ടാകുന്നത് ഇഷ്ടപ്പെടുന്നുമില്ല. അങ്ങനെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരാളുടെ പേരാണ് ശൈലജ ടീച്ചർ. അതിനു മുമ്പ് ഉണ്ടായിരുന്ന G. സുധാകരൻ, രവീന്ദ്രനാഥ്, പ്രദീപ് കുമാർ, ഇവരെല്ലാം മാറ്റി. പ്രദീപ് കുമാറിനെ ഒരു എങ്ങനെ സെക്രട്ടറി ആക്കി. കേരളത്തിലെ ഏറ്റവും കഴിവുള്ള MLA-മാരിൽ ഒരാൾ പ്രദീപ് കുമാറായിരുന്നു. അദ്ദേഹം പിണറായി വിജയന്റെ സെക്രട്ടറി ആയി. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് ഈ കാര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ല മുഴുവൻ തന്നെ ചിലപ്പോൾ കോൺഗ്രസിന് അനുകൂലമാവും. കാരണം കോൺഗ്രസിന്റെ മനസ്സുള്ള നിയോജകമണ്ഡലമാണ്. ഇവരുടെ തമ്മിത്തല്ല് കാരണം മനസ്സും അടുത്ത് ഫിലിപ്പോസ് തോമസ് പറഞ്ഞ ഒരാളെ പറഞ്ഞു വിട്ടു, പാർട്ടി മാറ്റേണ്ടി വന്നു. ശിവദാസ് നായരും ഫിലിപ്പോസ് തോമസുമായിട്ടുള്ള അടി മാത്രമേ കാരണമുള്ളൂ, വേറെ കോൺഗ്രസിന്റെ തർക്കമൊന്നുമില്ല. പിന്നെ ഈ A ഗ്രൂപ്പ്, I ഗ്രൂപ്പ്, അത് വളരെ ഭംഗിയായിട്ട് വർക്കൗട്ട് ചെയ്ത ഒരു ജില്ലയാണത്.